ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ താർ റോക്സിൻ്റെ റിവ്യൂസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു മഹീന്ദ്ര താർ റോക്സ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മളെ AX5 ലക്ഷറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. അതിലെ ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നല്ല കിഡിലനായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. മെയിൻ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ്. അപ്പോൾ അത് എന്തായാലും കാണിച്ചു തരാം. ഇപ്പം വൈറ്റ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് താർ റോക്സിലൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും പോരായ്മയായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പം ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്റ്റീരിയർ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രില്ല് കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഇന്നർ പോർഷൻ മൊത്തം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പുറമേ നമുക്ക് ആ ഒരു റെഡ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. ഫോഗ് ലൈറ്റും വൈറ്റ് LED ആയതുകൊണ്ട് സ്റ്റോക്കാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെയും കണ്ടോ ഒരു സ്റ്റാർ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ആൻറ്റിന സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് ആൻറ്റിനയാണ് ഈ വരുന്നത്. പിന്നെ നമ്മളെ മേലെ കാണുന്ന ഈ ലൈറ്റ് കണ്ടോ, ഇതും അഡീഷണൽ ചെയ്താട്ടോ. നല്ല കിഡിലനായിട്ടുള്ള ലൈറ്റാണ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള. നമ്മൾ റൂഫിൽ കൊടുത്തിട്ടുള്ള 2 ലൈറ്റ് 2 സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ള ആ ഒരു ലുക്കിൽ തന്നെ കുറച്ചൊരു എടുപ്പ് വന്ന പോലെയുണ്ട് മേലെ ആ ലൈറ്റ് കാണുമ്പം. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡാസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഇതിൽ സ്റ്റോക്ക് അലോയ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ടയർ ചേഞ്ച്ഡ് ആണ്. കോണ്ടിനെൻ്റലിൻ്റെ 255/60R18, അതായത് 18 ഇഞ്ച് വീൽസ് ആണ് ഇതിൽ കൊടുത്തുള്ളത് കേട്ടോ. ഈ വീൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ബൾജായി നിൽക്കുന്ന, ഒരു സൈഡ് വാൾ കുറച്ച് പുറത്തേക്ക് ബൾജായി നിൽക്കുന്ന ഒരു ടൈപ്പ് വീലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടോ, വീല് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയല്ലേ. എന്നാൽ ഇതിൽ സ്പേസറും കൂടെ ചെയ്തിട്ടുണ്ട്. ബാക്ക് വീല് കണ്ടോ, ഇതിൽ സ്പേസറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസറും കൂടെ വന്നപ്പം വീല് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയുണ്ട്. അപ്പം ഈ ഒരു സൈഡ് ലുക്കിലൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലും കണ്ടോ, ആ വീലൊക്കെ കുറച്ച് പുറത്തേക്ക് നിന്നിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഇനി സൈഡിലേക്ക് വരാം. ഈ സൈഡാണെങ്കിൽ പോലും അപ്പുറം കണ്ട അതേപോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു ഹിഞ്ച് സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് ചവിട്ടി കയറാനുള്ള ഒരു സംഭവം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ആ പിയാനോ ബ്ലാക്ക് കണ്ടോ, ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മളെ കമ്പനി ആക്സസറി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു റെയിൻ വൈസറും അതുപോലെ ഇവിടെയുള്ളത് അതേപോലെ ഈ കാണുന്നതൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ള കേട്ടോ. ഇനി നമ്മൾ നേരെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്കിലും ഇത് നമ്മൾ കണ്ടോ കമ്പനി ആക്സസറി ചെയ്തിട്ടുള്ള സംഭവമാണ് താഴെ കാണുന്നതും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ ഗ്ലാസും ടിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിൻറ്റും കൂടെ ചെയ്തപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇനി എന്തായാലും ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയറിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ആയുള്ളൊരു സംഭവം ഇൻറ്റീരിയറാണ്. കണ്ടോ, ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ കണ്ടോ, ഒരു ബ്ലാക്കും അതുപോലെ ഒരു ടാൻ കളറും കൂടി ചേർന്നിട്ടുള്ള ആ റൂഫ് ലൈനറും കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളൊരു മുമ്പൊരു വീഡിയോയിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കണ്ടോ ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കുഷനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. നമുക്ക് ഓൾറെഡി ഈ ഒരു വേരിയൻറ്റിൽ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഈ കാണുന്നതെല്ലാം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ നൈസായിട്ടൊരു ആംബിയൻ ലൈറ്റിങ് പോയിട്ടുണ്ട്. ഇതിങ്ങനെ പോയിട്ട് അതങ്ങനെ കണക്ട് ചെയ്തിട്ട് മൊത്തം ബാക്കിലെ ഡോറിലൊക്കെ ആയിട്ട് ആംബിയൻ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇഗ്നീഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റിങ് മിന്നുന്നുണ്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഹോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോണിന് നമുക്ക് 2 ബട്ടൺസ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ അടിപൊളി സൗണ്ട് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ മോഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് സൗണ്ട് കണ്ടോ. 2 രീതിയിൽ ഹോണും കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ചാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ മോഡും കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്ന ബട്ടനാണ്. നമുക്കത് പല രീതിയിൽ തന്നെ പല മോഡുകളിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബട്ടനാണ്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. പിന്നെ സൗണ്ട് സിസ്റ്റത്തിൽ നല്ലൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അതിൻ്റെ ഒരു സ്പീക്കറും ട്യൂറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഡിക്കിയിലാണ് സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ സംഭവം ഇരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കംപ്ലീറ്റ് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താർ റോക്സിലെ വൈറ്റ് ഇൻറ്റീരിയർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിനേക്കാളും നല്ല കിഡിലനായിട്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ സീറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വർക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ വേറെ പോരായ്മകളൊന്നും ഇല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറിൽ ആ ഒരു സ്പേസിൻ്റെ ഒരു കുറവായിട്ട് നമുക്ക് കുറച്ച് ഇരുട്ട് ഡാർക്ക് ആയതുകൊണ്ട് കുറച്ച് സ്പേസ് കുറവുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ പോലും സ്പേസ് ഒന്നും കുറഞ്ഞിട്ടില്ല. മാത്രമല്ല ആ ഒരു ക്ലീൻ ലുക്ക് തന്നെ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്കി സ്പേസ് നോക്കാം കേട്ടോ.
ഈ ബൂട്ട് സ്പേസ് ഏകദേശം 447 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇതിൽ കണ്ടോ, ഇതിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഈ ഒരു സബ് വൂഫർ സിസ്റ്റം എടുത്തിട്ടുണ്ട്. കണ്ടോ, JBLൻ്റെ ഒരു കിഡിലൻ സബ് വൂഫറാണ്. 12 ഇഞ്ചിൻ്റെ ഒരു കിഡിലൻ സബ് വൂഫറാണ് കേട്ടോ. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇതിൻ്റെ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി ഞാനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മളെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളെ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആംബിയൻ ലൈറ്റ് കാര്യങ്ങൾ കണ്ടോ, ഇതിലിരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു പ്രീമിയം ഒരു ഇൻറ്റീരിയറിൽ ഇരിക്കുന്ന, ഇപ്പോൾ ഫുൾ ഓപ്ഷനിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. അപ്പം എന്തായാലും കണ്ടോ, ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്പം തീർച്ചയായിട്ടും വൈറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പം ചളിയാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ കളറിലൊന്നും അങ്ങനെ അഴുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കാത്ത ടൈപ്പ് കളറും കൂടെയാണ്. അപ്പോൾ എന്തായാലും കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു താർ റോക്സ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കസ്റ്റം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം, എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒന്നാമത് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എടുപ്പാണ് ഈ കളർ കാണാനായിട്ട്. റോട്ടിലൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ കാണാൻ പറ്റുന്നൊരു കളറാണ്. അപ്പോൾ ഇത് ഇത്രയും നീറ്റായിട്ട് അല്ലെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോയിൽ കമൻറ്റിൽ പറയാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ ഇനിയും കാണാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ. അതിലേക്കും ബൈ.